നമസ്കാരം, വെൽക്കം ടു മോളിവുഡ് ടോക്സ്. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഏറ്റവും പുതിയതായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടുള്ള പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദീപിക പദുക്കോൺ, ശോഭന, അന്നാബൻ അങ്ങനെ ഒരുപാട് വലിയ താരനിരയാണ് നിന്നിട്ടുള്ള നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത് വൈജയന്തി മൂവീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള കൽക്കിയെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ്. കൽക്കി സിനിമ കണ്ടിറങ്ങിയിട്ടേ ഉള്ളൂ. പേഴ്സണലി എങ്ങനെയാണ് സിനിമ അനുഭവപ്പെട്ടതെന്ന് പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും പുതിയ വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായി. സിനിമയിലേക്ക് വരികയാണെങ്കിൽ മഹാഭാരത കാലത്ത് നടക്കുന്ന യുദ്ധവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ചില പ്രശ്നങ്ങളും അത് വഴിവെക്കുന്ന ഭാവിയിലേക്കുള്ള ഒരു അവതാര ലക്ഷ്യവുമൊക്കെയാണ്. ട്രെയിലറൊക്കെ കണ്ടവർക്ക് അറിയാവുന്ന പോലെ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് തന്നെയാണ് സിനിമയുടേത്. എന്നാൽ സിനിമയുടെ ബഹുഭൂരിപക്ഷവും നടക്കുന്നത് ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡിലാണ്, 2788 AD. അപ്പോൾ അവിടെയാണ് കഥ നടക്കുന്നത്. അവിടെയുള്ള കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മഹാഭാരതവുമായിട്ട് ഇത് കണക്ട് ചെയ്തുകൊണ്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു ഗംഭീര വേൾഡ് ബിൽഡിംഗ് ഉള്ള സിനിമ എന്നാണ് എനിക്ക് ആദ്യം പറയാൻ തോന്നുന്നത്. കാരണം ഈ സിനിമ ഒരുപക്ഷെ ബാഹുബലിക്ക് ശേഷം തെലുങ്കിൽ ഏറ്റവും ഗംഭീരമായ വേൾഡ് ബിൽഡ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അവരുടെ സാംബാല, കാശി, കോംപ്ലക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ടാണ് അവർ വിഷ്വലി പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. പ്രഭാസിൻ്റെ കഥാപാത്രമാണ് പ്രധാന വേഷത്തിലെത്തുന്നതെങ്കിൽ കൂടിയും മറ്റ് അഭിനേതാക്കളായിട്ട് അമിതാഭ് ബച്ചനും കമൽഹാസനും ദീപിക പദുക്കോണും അങ്ങനെ വരുന്നവരും പോകുന്നവരും എല്ലാം ഗംഭീരമായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. കുറേ ഇപ്പോൾ അന്നാബനും ശോഭനയും പശുപതിയും വേറെ കുറച്ച് ചെറിയ ആർട്ടിസ്റ്റുകളും അങ്ങനെ ഒരുപാട് പേരുണ്ട് സിനിമ. കുറേ സർപ്രൈസ് ക്യാമിയോസ് സിനിമയിലുണ്ട്. ആ ക്യാമിയോസൊക്കെ തന്നെ തിയേറ്ററിൽ അത്യാവശ്യം നല്ല ഓളത്തിലാണ് വന്നത്. അതൊന്നും ഞാനിവിടെ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അതിനെപ്പറ്റി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കൂടിയും. എന്തായാലും സിനിമ ആദ്യ പകുതി ഒരല്പം ഡ്രാഗിങ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. കമൽഹാസൻ്റെയും അമിതാഭ് ബച്ചൻ്റെയും പ്രഭാസിൻ്റെയും ഒക്കെ പ്രഭാസിൻ്റെ ഇൻട്രൊഡക്ഷൻ കുറച്ച് ലോ പവറായിട്ടാണ് ഫീൽ ചെയ്തത്. എന്നാലും അവിടെ നിന്ന് സിനിമ മുമ്പോട്ട് കയറി പോകുന്നുണ്ട്. ഇൻ്റർവെല്ലോട് കൂടി ഒരു ബാങ്ങർ ഇൻ്റർവെൽ സിറ്റുവേഷൻ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ബാക്ക് ടു ബാക്ക് ആക്ഷൻ സീക്വൻസുകളാണ്. 3 മണിക്കൂറുള്ള സിനിമയുടെ രണ്ടാം പകുതി തീർന്നത് എത്ര പെട്ടെന്നാണെന്ന് പോലും അറിയാത്ത വിധത്തിൽ ഗംഭീരമായിട്ടുള്ള കോമ്പാക്ട് സീക്വൻസുകളും വാർ സീക്വൻസുകളോട് കൂടി മൊത്തത്തിലൊരു ഗംഭീര എക്സ്പീരിയൻസ് സിനിമ എനിക്ക് തിയേറ്ററിൽ വിഷ്വലി സമ്മാനിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ ക്വാളിറ്റിയിൽ ഏത് വശം എടുത്താലും ഗംഭീരമായിട്ടാണ് സിനിമ വന്നിട്ടുള്ളത്. അമിതാഭ് ബച്ചനാണ് പടത്തിൽ ഏറ്റവും സ്കോർ ചെയ്തതായിട്ട് തോന്നിയത്. പ്രഭാസ് ചിലയിടങ്ങളിൽ ഭയങ്കര ഗംഭീരമായിരുന്നു. കാരണം അവസാനത്തോട് എടുത്തിട്ടുള്ള സമയത്തൊക്കെ ശരിക്കും നമ്മളൊരു ബാഹുബലി പ്രഭാസിനെ വീണ്ടും കണ്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കമൽഹാസൻ വളരെ കുറച്ച് രംഗങ്ങളിലാണെന്നുണ്ടെങ്കിൽ കൂടിയും വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള റോളാണ് സമ്മാനിച്ചിട്ടുള്ളത്. അടുത്ത പാർട്ടിലേക്ക് ഒരു പക്ഷേ ഈ യൂണിവേഴ്സിൻ്റെ ഫ്യൂച്ചറിലേക്ക് ഒരു ഗംഭീര വില്ലൻ ക്യാരക്ടറാണ്. എന്നാൽ ഈ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് നൽകിയിട്ടുള്ള ഇമ്പോർട്ടൻസ്. ദീപിക പദുക്കോണും ശോഭനയും അന്നാബനും പിന്നെ കുറച്ച് ഗസ്റ്റ് അപ്പിയറൻസുകളിൽ വരുന്ന നായികമാരും അടക്കം സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ അതിഗംഭീരമായിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളതും പ്രസൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതും. ആദ്യ പകുതിയിലെ കോമഡികളും റൊമാൻസും വരുന്ന ചില പോർഷൻസ് മാത്രം നൽകി അല്പം ഡ്രാഗിങ് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ് കൽക്കി. ഈ സിനിമ കൂടുതൽ ആളുകൾ കാണാൻ ശ്രമിക്കുക. കാരണം ഈ സിനിമയുടെ വലിയൊരു യൂണിവേഴ്സ് ഫ്യൂച്ചർ ഉണ്ട്. ഈ സിനിമ ഒരു വലിയ വിജയമാവുന്നതോടുകൂടി ഒരുപാട് സിനിമകൾ ഈ ശ്രേണിയിലെത്താനും ഗംഭീര വിജയങ്ങളാവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ ഫ്യൂച്ചർ എന്നത് വലിയൊരു സാധ്യതയാണ്. ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വലിയൊരു സാധ്യതയാണ്. അപ്പോൾ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വിധം ഈ സിനിമ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.